ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താല് ലിൻ തിരികെ മെട്രോയിലേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. നിനക്ക് ഈ നാട്ടില് വേറെ ഗേൾഫ്രണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നോ എന്ന്. ലിന്നിന് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ഇവളെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്. തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ നോക്കിയാല് സിഗ്നൽ ശരിയായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് മെട്രോയിലേക്ക് കയറാൻ പോയവൻ തിരിഞ്ഞു നടക്കാനായിട്ട് തുടങ്ങുവാണ്. എന്താ നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് എന്താ മറുപടി പറയണ്ടേന്ന് അറിയില്ല. അപ്പോ ഹീറോ, ഞാൻ നമ്മുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. നിനക്ക് റിപ്ലൈ തരാനായിട്ട് സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ തിരികെ വന്നെന്ന് പറഞ്ഞതും ഇത് കേട്ട അടുത്ത സെക്കൻഡിലെ ഹീറോയിനും ജാക്കറ്റ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഓടുന്നുണ്ട് ഹീറോയെ കാണാൻ വേണ്ടി. നടുവില് ക്രഷുള്ള പയ്യൻ വരെ വന്ന് നമുക്ക് ഡിന്നർ ഒന്നിച്ച് കഴിക്കാൻ പോയാലോ എന്ന് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോ ബിസിയാണ്, സോറി എന്ന് പറഞ്ഞിട്ട് അവള് പോകും. ഇവിടെ ഹീറോയാണെങ്കിലോ വളരെ നെർവസ് ആയിട്ട് നിൽക്കുവാണ്. ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അവള് പറഞ്ഞതും അവൻ അതിലും നെർവസ് ആകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഹീറോയിൻ ഒരു ട്രെയിനിൽ വരുന്നത് കാണുന്നുണ്ട്. അവനും ഒന്നും നോക്കിയില്ല, ആ ട്രെയിനിലേക്ക് ചാടി കയറി. രണ്ടുപേരും അങ്ങനെ സ്ലോ മോഷനിൽ വളരെ റൊമാൻറ്റിക് ആയി ഒരേ ടൈമിൽ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഹീറോയിൻ ലിനിനെ നോക്കി ക്യൂട്ടായിട്ട് ചിരിക്കുന്നുണ്ട്. എന്താ അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചതെന്ന് ഹീറോ ചോദിക്കും. ഇല്ല, എല്ലാം വളരെ വേഗത്തിൽ പോകുന്ന പോലെ തോന്നി, അതുകൊണ്ടാണെന്ന് അവള് പറയും. നിനക്ക് അങ്ങനെ ഒരു ഡൗട്ട് വേണ്ട, ഞാൻ നമ്മുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. ഇനി എന്ത് ചെയ്താലാണ് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവൻ ചോദിച്ചതും അങ്ങനെയൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വിശ്വാസം ഇല്ലെങ്കിൽ ഞാനിപ്പോ ഓടി നിന്റെ അടുത്തേക്ക് വരുമോ? സോ എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് ഹീറോയിൻ പറഞ്ഞതും അവനും വളരെ സന്തോഷമാകുന്നുണ്ട്. ഹീറോയ്ക്ക് ഇപ്പൊ ഇറങ്ങേണ്ട സ്റ്റേഷനും വന്നു. അവളെ വിട്ടു പോകാനായിട്ട് അവന് മനസ്സ് വരുന്നില്ലെങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം അവൻ തിരികെ പോകുവാണ്. അതും അവൾക്ക് വേണ്ടി. അതിനിടയിൽ ക്യാബൊക്കെ അവൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംസാരത്തിന്റെ ഇടയിൽ ഇവനെപ്പോഴെ ക്യാബ് ബുക്ക് ചെയ്തതെന്ന് ഇവൾക്കും ആശ്ചര്യം. ഇവിടെ ഹീറോ ട്രെയിനിലേക്ക് കയറി വന്നതും ഒരമ്മ കുഞ്ഞുമായിട്ട് ഇരിക്കുന്നുണ്ട്. അവരെന്തോ എടുക്കാനായിട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് കുട്ടിയെ തരൂ, ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് ലിൻ കുട്ടിയെ കയ്യിലേക്ക് വാങ്ങി പിടിക്കുന്നുണ്ട്. അമ്മയും ആവശ്യമുള്ളതെല്ലാം എടുത്തു വെച്ചിട്ട് കുട്ടിയെ തിരികെ വാങ്ങിക്കുവാണ്. അവരെ ഹീറോയെ ശ്രദ്ധിക്കുന്നുണ്ട്. മോനെ, നിനക്ക് സുഖമില്ലാത്ത പോലെ ഉണ്ടല്ലോ, നിനക്ക് ഹോട്ട് വാട്ടർ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാല് ഇല്ലില്ല, അതൊന്നും വേണ്ട, ഞാൻ ഓക്കെ ആണെന്ന് ഹീറോ പറയും. പക്ഷെ അവൻ വീട്ടിലെത്തിയതും തീരെ പറ്റുന്നില്ല. ഉടനെ തന്നെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. നേരെ ഉള്ളിലേക്ക് വന്ന് കിടന്നവൻ ഹീറോയിന് ഞാൻ എത്തിയെന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ അവൻ ഉറങ്ങിപ്പോയി. അവൾക്ക് അത് സെൻഡ് ചെയ്തു എന്ന് കരുതിയാണ് അവൻ ഉറങ്ങിപ്പോയത്. ഇവിടെ ഹീറോയിനും അവന്റെ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, നീ വീട്ടിലെത്തി മെസ്സേജ് അയക്കുന്ന ഒരു മെസ്സേജ് അയച്ചിട്ട് അവളും ഉറങ്ങാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ ഇവളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. അവള് ചോദിക്കും, എടി ഒരേ നാട്ടിലാണുള്ളത്, ഇപ്പോ ഇത്ര മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ വേറെ നാട്ടിലേക്ക് പോയാലേ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കാൻ തുടങ്ങുവാണ്. അതൊക്കെ ആ സമയത്തല്ലേ, അപ്പൊ നോക്കാമെന്ന് പറഞ്ഞ് ഇവളും അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ ഹീറോ ആണെങ്കിൽ രാത്രി ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പോ ഹീറോയിന്റെ മെസ്സേജ്. അയ്യോ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ആക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അപ്പോഴാണ് മെസ്സേജ് റീടൈപ്പ് ചെയ്ത് അയക്കുന്നത്. ഇത് ഹീറോയിനും കാണുന്നുണ്ട്. ഇത്ര ലേറ്റ് ആയിട്ടാണോ അവൻ വീട്ടിലെത്തിയതെന്ന് ഇവൾക്കും ഒരുമാതിരി അവനോട് കഷ്ടം തോന്നുവാണ്. അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. മാച്ചിന്റെ ഡേറ്റ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നോക്കിയാല് ചേട്ടൻ ഡോണും ലിനിന്റെ സീനിയർ ജിയാങ് ഉണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നു. ഇവരെ രണ്ടുപേരെ ഒന്നിച്ച് കാണുന്ന ഇവൾക്ക് ചിരിയാണ് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ടോ? ഇത് വളരെ ഷോക്കിംഗ് ആണല്ലോ എന്ന് പറഞ്ഞ് അവള് ലൈറ്റ് ആയിട്ട് കളിയാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇവന്റെ കൂടെ കൂടുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഞാനായി കളിച്ച് ഇവൻ ഒരു തവണ പോലും ജയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് ഡോൺ പറയും. ജിയാങ് ഇത് കേട്ട്, എന്തായിരുന്നാലും നമ്മൾ ഫ്യൂച്ചറിൽ റിലേറ്റീവ്സ് ആകാൻ പോകുന്നവരല്ലേ, ഇപ്പോഴും ഫ്രണ്ട്സ് ആയാല് പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് കളിയാക്കാൻ തുടങ്ങുവാണ്. ഹീറോയിന് ലൈറ്റ് ആയിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവള് പിന്നെയും പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അടുത്തുള്ള ടീംസ്, ജിയാങ്ങിന്റെ ടീമിലെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവളുമാര് നമ്മുടെ ഹീറോയിനെ കണ്ട്, ഓ ഇവളാണല്ലേ അവള്, നമ്മുടെ ലിൻ വരെ അവളെ ലവ് ചെയ്യുന്നുണ്ട്, ഇനി ഗെയിമില് അവളുടെ പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാമെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുവാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ലിന്നിനും മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ വീക്കെൻഡിൽ നിങ്ങൾ വരില്ലേ, എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാല് ഈ വീക്കെൻഡില് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വളരെ ബിസിയാണെന്ന് അവൻ പറയും. അവന് സുഖമില്ലാത്തത് കൊണ്ട് അവൾ കണ്ടാല് വിഷമിക്കുന്ന കരുതിയാണ് അവൻ അവോയ്ഡ് ചെയ്യുന്നത്. അവൻ വരില്ലെന്ന് പറഞ്ഞതും ഇവൾക്ക് വിഷമാകുന്നുണ്ട്. അപ്പോഴാണ് ബ്രദർ ചെക്കൻ അവിടേക്ക് വരുന്നത്. എന്നെ ലിൻ ബ്രദറാണ് പറഞ്ഞയച്ചേ, നിന്നെ ഏതൊക്കെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി
എങ്ങനെയൊക്കെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് വലിയൊരു മാപ്പ് തന്നെ അയച്ചു തന്ന് അതിനുവേണ്ടി ക്യാഷ് വരെ അയച്ചു തന്നെന്ന് പറഞ്ഞതും എന്തിനാടാ നീ അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയതെന്ന് ഇവൾ അവനെ വഴക്ക് പറയാൻ തുടങ്ങി. അയ്യോ അതിന് ഞാനൊന്നും ചെയ്തില്ല, ബ്രദർ ഇൻ ലോയാണ് ഫോഴ്സ് ചെയ്ത് അയച്ചത്. എനിക്കും ബ്രദർ ഇൻ ലോവിനെ ഒരുപാട് ഇഷ്ടമായി. നിന്നെ എത്ര കെയർ ചെയ്യുന്നുണ്ട് അവര്, കണ്ടോ ഈ വീക്കെൻഡിൽ എന്തൊക്കെ നീ ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണെന്ന് ഹീറോയെ കുറിച്ച് പറഞ്ഞതും ഇവൾക്കും ലൈറ്റ് ആയിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. ഈ വീക്കെൻഡ് ഫ്രീ ആയതുകൊണ്ട് ഹീറോയും നമ്മുടെ ഹീറോയെ ചെന്ന് കാണാമെന്ന് തീരുമാനിക്കുകയാണ്. അവനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി നീ എന്താ ചെയ്യുന്നതെന്ന് മെസ്സേജ് അയക്കും. അവനും വേസ്റ്റ് കളയാൻ വേണ്ടി വീടിന് പുറത്തേക്ക് വന്നതായിരിക്കും. വീട്ടിലുണ്ടെന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ടേ സ്റ്റേഷനിന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തതും ഇവൻ ഇത് കണ്ട് ആകെ ഷോക്ക് ആകുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പാഞ്ഞ് അവളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പാവം നമ്മുടെ ഹീറോയ്ക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അവൻ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് പറയാതെ വന്നത് തെറ്റായി പോയോ എന്ന് ഹീറോയിൻ ചോദിക്കും. അതല്ല, എനിക്ക് ത്രോട്ട് പെയിൻ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് അവൻ പറയാണ്. ഹീറോയിനും അവനോട് പാവം തോന്നുന്നുണ്ട്. എന്താ നിനക്ക് ഫീവർ ആണോ, ഡോക്ടറെ കണ്ടോ, മരുന്ന് കഴിച്ചോന്ന് അവളെ നിർത്താതെ ബളബളാന്ന് ചോദിക്കാൻ തുടങ്ങിയതും ഇത് കേട്ട് ലിന്നിന് ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. പെട്ടെന്ന് അവളെ ടൈറ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചിട്ടേ എനിക്ക് വേറെ ഒന്നുമില്ല, ത്രോട്ട് പെയിൻ മാത്രമുള്ളൂ എന്ന് പറയും. നെക്സ്റ്റ് ലിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് അവരൊരു ടാക്സിയിലേക്ക് കയറുന്നുണ്ട്. അവന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫോണിൽ ടൈപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കാൻ തുടങ്ങിയതും എനിക്ക് ഫീവർ ഇല്ല, കോൾഡ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ത്രോട്ട് പെയിൻ മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി മരുന്ന് കഴിച്ചിട്ടുണ്ട്, വേഗം മാറിക്കോളൂ എന്ന് പറയും. നീ കണ്ടാല് വിഷമിക്കുമെന്ന് തോന്നി, ഗെയിമിൽ ശ്രദ്ധിക്കില്ലെന്ന് കരുതി, അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് അവൻ പറഞ്ഞതും എന്തോ അവൾക്ക് അവനോട് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. ലിൻ അവളുടെ കയ്യിലേക്ക് മുറുകെ പിടിക്കുവാണ്. അവളും നാണത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കും. ദെൻ ഇപ്പോ അവൻ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. റൂം കുറച്ച് അലങ്കോലമായി കിടക്കുന്നത് കണ്ട് ഉടനെ തന്നെ അവൻ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വിരിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ലിന്നിന്റെ റൂംമേറ്റ് ഒരുത്തനുണ്ട്. അവൻ അവിടേക്ക് വരുന്നേ. ഇവളെ കണ്ടതും അവൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്. അപ്പോ നീയാണല്ലേ ലിന്നിന്റെ ഗേൾ ഫ്രണ്ട്, കണ്ടതിൽ വളരെ സന്തോഷം. ലിന്നിനെ എനിക്ക് 3 വർഷമായിട്ട് അറിയാം. ഇപ്പോഴെങ്കിലും അവൻ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയല്ലോ, വളരെ സന്തോഷമെന്ന് അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ മിണ്ടാതിരുന്നാലും ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ലിൻ അവനെ മൊത്തത്തിൽ പൊക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് മതിയേടാ മതി, ഇനി നീ സംസാരിക്കണ്ട എന്ന് അവൻ പറയും. ഡാ ഞാനിവിടെ നിന്ന് പുറത്തു പോണോ, ഞാൻ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ലില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നീ നിന്റെ റൂമിൽ മിണ്ടാതിരുന്നാ മതി എന്ന് പറയും. ഹീറോയിൻ റെസ്റ്റ് റൂം യൂസ് ചെയ്ത് വരുന്നതിനുള്ളില് ലിൻ അവന്റെ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടാകും. ആ കാണുന്ന ചെയറിൽ ഇരിക്കണ്ട, അതിന്റെ കാലൊടിഞ്ഞിരിക്കുക, നീ വന്ന് ബെഡിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചിരുത്തി ഇവൻ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുവാണ്. ഇത് കണ്ട് ഇവൾക്ക് ചിരി വരുന്നുണ്ട്. നിനക്ക് സുഖമില്ലാത്തതല്ലേ, ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, വന്നിരിക്കെന്ന് പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ത്രോട്ട് പെയിൻ ഉള്ളതല്ലേ, നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് പറഞ്ഞതും അവന് ഓക്കെ പറഞ്ഞ് അവര് ടെക്സ്റ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങി. എങ്ങനെ നീ ഇവിടെ നിന്ന് കോളേജിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാല് ഞാൻ എന്നും രാവിലെ ഇവിടെ നിന്ന് കോളേജിലേക്ക് സൈക്കിളിലാണ് പോവാറെന്ന് അവൻ പറയും. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. എന്താ നമ്മൾ ചെയ്യാ, ബോർ അടിക്കുന്നുണ്ടല്ലോ എന്ന് ഹീറോ പറഞ്ഞ് കുറച്ചു നേരം അവളോട് ചാരിക്കിടന്ന് റെസ്റ്റ് എടുത്തോളാനായിട്ട് പറയാണ്. അപ്പോ നമ്മൾ ടെക്സ്റ്റും ചെയ്യുന്നില്ല, സംസാരിക്കാനും പോകുന്നില്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചതും നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് ആര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഹീറോ അവളുടെ കൈയിലേക്ക് തൊടുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ കൈ എടുത്ത് മാറ്റുന്നുണ്ട്. എന്തു പറ്റിയെന്ന് അവള് ചോദിക്കും. ഇല്ല, എന്റെ കൈ നല്ല തണുത്തിരിക്കുന്നുണ്ട്, നിനക്ക് കുളിരുവെന്ന് അവൻ പറഞ്ഞതും ഇത്ര തിൻ ലെയർ ഡ്രസ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നോട് ആരാ പറഞ്ഞതെന്ന് അവള് ടെൻഷൻ ആകാൻ തുടങ്ങി. നിന്നെ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ലെന്ന് കരുതിയാണ് കോട്ട് പോലും എടുക്കാതെ ഓടി വന്നതെന്ന് അവനും സോറി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരാൾ ലവ് ചെയ്യുമോന്ന് ഹീറോയിനും വളരെ സന്തോഷം തോന്നുവാണ്. പതിയെ പതിയെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യാനും തുടങ്ങുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരുമാതിരി നെർവസ് ആകാനും തുടങ്ങി. ഞാൻ ഇപ്പോ തന്നെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യട്ടെ, ഇനി ലേറ്റ് ആയാലും റൂം കിട്ടിയില്ലെങ്കിലോ എന്ന് അവള് ചോദിച്ചതും ഹീറോ അവളെ നോക്കി ചിരിച്ചിട്ടേ നീ ഹോട്ടലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടേ അവൾക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതും അവളെ അറ്റത്ത് കിടത്തിയിട്ട് ഇവൻ എത്ര ഒതുങ്ങി കിടക്കാൻ പറ്റുമോ അത്രയും സ്പേസ് ഇട്ടിട്ട് അവൻ കിടക്കുവാണ്. ഇത് കണ്ട് ഹീറോയിന് ചിരിയാണ് വരുന്നത്. അവൾക്ക് കൊടുത്ത പുതപ്പിന്ന് കുറച്ച് അവന്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഹീറോയിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾക്ക് മെസ്സേജ് അയക്കും. ഞാൻ ലിനിന്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നേ, അവൻ അടുത്ത് തന്നെയുണ്ട്, സോ കോള് ചെയ്യരുതെന്ന് പറഞ്ഞ്. എടി ഭയങ്കര, നീ ഇത്ര വേഗത്തിൽ അവിടം വരെ എത്തിയോ, ശരി ശരി എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടും കോള് കട്ട് ചെയ്യുവാണ്. നെക്സ്റ്റ് ഡേ രാവിലെ ആയി. ലിനിന്റെ ഫോണിൽ അലാറം അടിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ടിന്റെ അലാറമാണ് അടിക്കുന്നതെന്ന് കരുതി ഹീറോയിൻ ഒന്ന് ഓഫാക്കി വെക്കടിയെന്ന് അലറ്
കേറുന്നുണ്ട്. ഹീറോയും പതിയെ എഴുന്നേറ്റ് ഓഫ് ചെയ്യുവാണ്. അപ്പോഴാണ് ഇവൾക്ക് റിയാലിറ്റി മനസ്സിലാകുന്നത്. ഇന്നലെ എവിടെയാണ് കിടന്നതെന്ന്. ഹീറോ അവളോട് നീ നന്നായിട്ട് ഉറങ്ങിയോ, കുറച്ചു നേരം കൂടി കിടന്നോളൂ എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് അവളും നാണം മറിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഹീറോ പോയി അവൾക്ക് ബ്രഷ്, പേസ്റ്റ്, ടവല് എന്ന് വേണ്ട എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ബാത്റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവളെ വന്ന് വിളിക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയുവാണ്. ഇവൾക്ക് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണമല്ലോ, സോ അതിനുവേണ്ടി അടുത്തുള്ള ഒരു ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് ചോദിച്ചാല് ഹീറോ ഒരു ക്ലബ്ബ് തന്നെ ലീസിനെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ക്ലബിലേക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. ലിന്നെ ഹീറോയിനെ കൊണ്ട് അവിടേക്ക് വരുന്നത് കണ്ട് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. അപ്പൊ ആ ക്ലബ്ബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നീ വാങ്ങിക്കൊണ്ടു വായെന്ന് ഹീറോയിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫ്രണ്ടിനെ പറഞ്ഞയക്കുവാണ്. ഹീറോയിനും ഇപ്പോഴും അത്ഭുതം, ഇത് നിന്റെ ക്ലബ്ബാണോ, എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന്. ഇത് വിൽക്കാൻ തുടങ്ങുമായിരുന്നു, ഞാനാ മൊത്തത്തില് ലീസിനെടുത്തത്, അതുകൊണ്ട് നിറയെ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നത് കൊണ്ട് എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, അപ്പോഴാണ് ഞാൻ നിന്നെ മീറ്റ് ചെയ്തതെന്ന് പറയും. ഓ അങ്ങനെയാണോ എന്ന് ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഫ്രണ്ട് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വരുന്നുണ്ട്. ഹീറോയിനും അത് കഴിക്കാൻ തുടങ്ങി. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. സോ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.